ഓം നമഃശിവായ. നമസ്കാരം. ജ്യോതിഷ നിലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് 14 ആരംഭിക്കുന്ന വ്യാഴമാറ്റത്തെ പറ്റിയാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ധനം, സന്താന ഗുണം, ഭാഗ്യം, ദൈവാധീനം, അനുഭവ യോഗങ്ങൾ, ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ്, ഇവയെല്ലാം വ്യാഴത്തിന്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. മറ്റെല്ലാ ഗ്രഹസ്ഥിതിയും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാധീനക്കുറവ് അനുഭവപ്പെടും. നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളും ഓരോ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. കൂട്ടത്തിൽ വേഗത കുറവ് ശനിക്കാണ്. 2.5 വർഷം കൊണ്ടാണ് ശനി ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് എത്തുന്നത്. ശനി കഴിഞ്ഞാൽ വേഗതയിൽ പിന്നിൽ വ്യാഴമാണ്. 1 വർഷം കൊണ്ടാണ് വ്യാഴം ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് വ്യാഴത്തിന്റെ സ്വാധീനം 1 വർഷത്തോളം നമ്മളിൽ ഉണ്ടാകും. 1200 മേടമാസം 31 2025 മെയ് 14 10:35 PM വ്യാഴം ഇടവം രാശിയിൽ നിന്നും ബുധന്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. സ്വന്തം രാശിയുടെ 5, 7, 9, 11 എന്നീ രാശികളിലായി വ്യാഴം വരുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും സർവദായകവുമാണ്. എന്നാൽ 4, 10 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലം കാണാനാവുള്ളൂ. എന്നാൽ സ്വന്തം രാശിയുടെ 3, 6, 8, 12 എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. 2025 മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഏതൊക്കെ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് അത്യുത്തമ ഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം. ഓരോ കൂറുകാരുടെയും സാമാന്യ ഫലമാണിവിടെ പറയുന്നത്. ഇതിന്റെ കൂടെ ജാതകം കൂടി പരിശോധിച്ച് വേണം ഫലങ്ങൾ ഉറപ്പുവരുത്താൻ. വ്യാഴം മാറ്റം കൊണ്ട് രാജതുല്യരായി ജീവിക്കാൻ പോകുന്ന രാശിക്കാരാണ് ഇടവൻ രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരത്തിന്റെ 1, 2 പാദങ്ങൾ. ഇപ്പോൾ ഇവർക്ക് വ്യാഴം ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇടവം രാശിയിലെ 8ാമത്തെയും 11ാമത്തെയും ഭാവങ്ങളുടെ അധിപനായി വ്യാഴം കണക്കാക്കപ്പെടുന്നു. 2025 മെയ് 14 വ്യാഴം മാറുമ്പോൾ ഇടവം രാശിയുടെ 2ാം ഭാവമായ മിഥുനം രാശിയിലേക്കാണ്, ബുധന്റെ ക്ഷേത്രത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. വ്യാഴത്തിന്റെ സംക്രമണം കാരണം നിങ്ങളുടെ സംസാരം തീവ്രമായിരിക്കും. നിങ്ങൾ പറയുന്നത് ആളുകൾ നന്നായി ശ്രദ്ധിക്കും. ആളുകൾ നിങ്ങളുടെ ഉപദേശം ചോദിക്കും. 2ാം ഭാവം എന്നാൽ ധനം, വാക്ക്, കുടുംബം എന്നീ മേഖലകളിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാവുന്നതാണ്. പണം ലഭിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും കുടുംബജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുന്നതാണ്. ശത്രുശല്യം, രോഗശമനം എന്നിവ ഉണ്ടാകും. ആരോഗ്യപരമായി കൂടുതൽ കരുത്തറ്റവരാകാനും ആരോഗ്യം വീണ്ടെടുക്കാനും ഈ കാലയളവിൽ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്ക് ഇടയാക്കും. നല്ല ഊർജ്ജസ്വലതയോടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുവാനും കർമ്മ മേഖലയിലെ സഹപ്രവർത്തകരുടെയും മേലാധികാരികളുടെയും ഇഷ്ടം സമ്പാദിക്കുവാനും സാധിക്കുന്നതാണ്. പുതിയ ജോലി തേടി അലഞ്ഞവർക്ക് അവർ ഉദ്ദേശിച്ച നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ്. പുതിയ ഭൂമി, വീട്, വാഹനം വാങ്ങുന്നതിന് യോഗം കാണുന്നുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ പങ്കാളിയെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗണ്യമായ വളർച്ച കൈവരിക്കാനുള്ള അവസരം ഉണ്ടാകും. നിങ്ങളുടെ അമ്മായിമ്മമാരായിട്ടുള്ള ബന്ധം മെച്ചപ്പെടും. അവരിൽ നിന്ന് നിങ്ങൾക്ക് പണം, ആനുകൂല്യങ്ങളും മറ്റു തരത്തിലുള്ള സഹായങ്ങളും ലഭിച്ചേക്കാം. ദൈവാധീനം വളരെ കൂടുതലായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇടവ രാശിക്കാർ കടന്നു വരാൻ പോകുന്നത്. അടുത്തത്
2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴം 11ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. ഇവർക്കിപ്പോൾ 10ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം നിങ്ങളുടെ രാശിയുടെ 11ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വലിയ വിജയത്തിന്റെ കാലഘട്ടമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് പണം സമ്പാദിക്കാനുള്ള വഴി എളുപ്പമാകും. പ്രണയബന്ധങ്ങളിൽ തീവ്രതയുണ്ടാകുകയും പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും. സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് അനന്തരാവകാശികളായി ലഭിച്ചേക്കാം. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും സാധ്യത കാണുന്നു. നിങ്ങളുടെ സഹോദരി സഹോദരന്മാരായി ഒത്തുചേർന്ന് പോകാൻ നല്ല അവസരങ്ങൾ കുടുംബത്തിൽ വന്നു ചേരും. നല്ല ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് വരുന്നതാണ് നിങ്ങൾക്ക്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഇനി ഒത്തൊരുമയോടെ പോകുവാൻ സാധിക്കുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാനും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കുവാനും ഈ കാലഘട്ടം കൊണ്ട് സാധിക്കുന്നതാണ്. പേരും പ്രശസ്തിയും വർദ്ധിക്കും. അങ്ങനെ ചിങ്ങക്കൂറുകാർക്ക് ഒരു നല്ല വർഷത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇനി 2025 മെയ് 14 വ്യാഴത്തിന്റെ സംക്രമണത്തിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയിലാണ് തുലാം രാശിക്കാർ. ചിത്തിരയുടെ 2ാം പകുതി ജ്യോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം 3ഉം 6ഉം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴമാണ് 2025 മെയ് 14 9ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത്. ഇപ്പോൾ വ്യാഴം തുലാം കൂറുകാർക്ക് അഷ്ടമ രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗ്യാനുഭവങ്ങൾക്കും യോഗമുണ്ടാകും. 9ാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സംക്രമണം നിങ്ങളുടെ മതപരമായ കാഴ്ചപ്പാടുകളെ ശക്തിപ്പെടുത്തും. മതപരമായ പ്രവർത്തനങ്ങളിൽ സന്തോഷത്തോടെ പങ്കെടുക്കും. മതപരമായ യാത്രകളും തീർത്ഥാടനങ്ങളും നടത്തും. കഠിനാധ്വാനത്തിനും കൂടുതൽ പരിശ്രമത്തിനും ശേഷം മാത്രമേ നിങ്ങൾ നേട്ടം കൈവരിക്കൂ. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ജോലി പൂർത്തിയാകൂ. നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രയും ഫലങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. സന്താനഭാഗ്യം, നല്ല വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നീ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. രോഗാധിഷ്ഠതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം വന്നു ചേരും. ശത്രുശല്യം കുറയും. കുടുംബ ബാധ്യതകൾ അടച്ചു വീട്ടുവാനും സാധിക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ്. ലോണുകൾ സെൻഷനായി കിട്ടും. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവാധീനത്തിൽ അവയെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. അടുത്തത് 2025 മെയ് 14 സംഭവിക്കുന്ന വ്യാഴമാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന അടുത്ത രാശിയാണ് ധനുരാശിക്കാർ. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1ാം പാദം അവർക്ക് സ്വന്തം രാശ്യാധിപനും 4ാം ഭാവാധിപനുമായ വ്യാഴമാണ് 7-10 ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത്. ഇപ്പോൾ വ്യാഴം ധനുരാശിക്കാർക്ക് 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 7ാം ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ മാധുര്യം കൊണ്ടുവരും. നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള വഴക്കുകൾ കുറഞ്ഞ് സ്നേഹം തഴച്ചു വളരും. പരസ്പരം വിശ്വസ്തതയും ഉത്തരവാദിത്ത ബോധവും വർദ്ധിക്കും. ബിസിനസ്സിലും നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ കഴിയും. ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊരു പഴയ ആഗ്രഹങ്ങളും സഫലമാക്കും. വസ്തുവകകൾ വാങ്ങുവാനും വീട് വയ്ക്കുവാനും സാധിക്കും. നിങ്ങളുടെ തീരുമാനമെടുക്കുവാനുള്ള കഴിവുകൾ ശക്തമാക്കും. നല്ല ആരോഗ്യം, രോഗശമനം എന്നിവ ഉണ്ടാക്കും. ദൂരദേശ യാത്രകൾ വന്നു ഭവിക്കും. സഹോദരങ്ങളുമായി യോജിച്ചു പോകുവാൻ അവസരങ്ങൾ വന്നു ചേരും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും.
വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര സഫലമാവുകയും നല്ല ജോലി ലഭിക്കുകയും ചെയ്യും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. വളരെയധികം ദൈവാനുകൂലമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ധനുരാശിക്കാർ കടന്നു വരുന്നത്. ഇനി വ്യാഴത്തിന്റെ ഭാഗ്യാനുഭവം ലഭിക്കുന്ന അടുത്ത രാശിയാണ് കുംഭം രാശിക്കാർ. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭം രാശിക്കാർക്ക് 2-11 വ്യാഴാധിപനായ വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം. 2025 മെയ് 14 വ്യാഴം 5-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിന്റെ ബാധ്യതകൾ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ സാമ്പത്തിക സമ്പത്ത് വർദ്ധിപ്പിക്കും. പുതിയ പദ്ധതികൾ വിജയിക്കും. ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ സഫലമാക്കും. നിങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ ഉയർച്ച ഉണ്ടാവുകയും പുതിയ വഴികൾ നിങ്ങളെ തേടി വരികയും ചെയ്യും. നിങ്ങൾ ജോലി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കുവാനും സാധിക്കും. പണം സമ്പാദിക്കാൻ നിങ്ങൾ ഉത്സാഹരായിരിക്കും. സന്താനങ്ങളെ സംബന്ധിച്ച് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. കൂടാതെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മെച്ചപ്പെടും. തീരുമാനമെടുക്കാനുള്ള കഴിവ് കൂടുതൽ ശക്തമാക്കും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും സാമ്പത്തിക നേട്ടം കൊയ്യാനും സാധിക്കും. കർമ്മരംഗത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. പിതൃസ്വത്ത് സ്വന്തം പേരിലാവാനുള്ള സാഹചര്യം വന്നു ചേരും. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരു വർഷക്കാലമാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലയും കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകൾ ചെയ്തു മുന്നോട്ട് പോവുക. ഈ വീഡിയോ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.